നിൽക്കുന്നത് നമ്മുടെ കൊണ്ടുവരെ ജംഗ്ഷനിലാണ്. ഇവിടെ നമ്മൾ ഇവിടെ നിൽക്കാൻ കാരണം ഞാനിപ്പോൾ ഒരു ഊണ് കഴിക്കാൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ നമ്മളിവിടെ രജിത ഹോട്ടൽ, ഇവിടെ 50 വർഷം മുന്നുള്ള ഹോട്ടലാണ്. നമ്മളിപ്പോൾ സാധാരണ ഒരു ബെഞ്ച് ഡെസ്കൊക്കെ ഉള്ള ഒരു ഹോട്ടലാണ്. ഇവിടെ 35 വർഷം 37 വർഷം കഴിച്ചു. ഞങ്ങളുടെ ഇവിടെ പോളിമാറ്റ് എന്ന് പറയുന്ന ഒരു വർഷാപ്പുള്ള കാലത്ത് വെൽഡറായിട്ട് ജോലി ചെയ്യുമ്പോൾ ജോലി വെച്ചിരുന്ന ആളാണ്. അന്ന് ബസ്സിലെ കണ്ടക്ടർമാർ ഡ്രൈവർമാരൊക്കെ വന്ന് ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അതേ രുചി തന്നെ അവരെ അച്ഛനെ മക്കളെ രണ്ടുപേരും കൂടിയാണ് ഈ സംഭവം നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഞാനിവിടെ ഭക്ഷണം അന്നത്തെ രുചി ഉണ്ടാകുമെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് രുചിയിലേക്ക് പോകാം. ഓക്കെ, ഇത് മീൻകറിയാണ്. മീൻകറി കണ്ടോട്ടെട്ടാ. അപ്പം മീൻകറി ഉണ്ട്, സാമ്പാറുണ്ട്. ഇതെടുത്താലോ? ഈ ഒരു തല എടുക്കട്ടെ. ഇതൊരു തല നമുക്ക് തന്നിരിക്കണത്. അപ്പം ഞാൻ മീൻകറി വയ്ക്കണ ആദ്യം. സാമ്പാർ എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും സാമ്പാറുണ്ട്. സംഭവം ഇത് രസമല്ലേ? അത് സാമ്പാറാണ്, അത് രസമാണ്. പിന്നെ അത് മീൻ വറുത്തത് അത് ചീരക്കറിയാണ്, കൂട്ടുകറി എന്ന് പറയും. ഇതൊരു മീൻ വറുത്തതാണ്. ഈ മീൻ വറുത്തത് കാണിക്കട്ടാ. ഇതൊരു മീൻ വറുത്തത് ഇതെന്താണ്? നെയ്മീൻ. അടിപൊളി. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഒരു ഊണ് മേടിച്ചിരിക്കുന്ന ഒരു നെയ്മീൻ്റെ ഒരു കഷ്ണം വാങ്ങി. അപ്പൊ നമുക്കിപ്പോ ആകെ വരുന്നത് 70 രൂപയുള്ളൂ. അപ്പൊ നമ്മൾ ഏതൊരാള് ഇവിടെ വന്നിട്ട് KK ജംഗ്ഷനിൽ, കുണ്ടേട ജംഗ്ഷൻ എന്ന് പറയും, എടപ്പാട് പൊന്നാനി റോഡില് കുണ്ടേട ജംഗ്ഷൻ രജിത ഹോട്ടൽ എന്ന് പറഞ്ഞാല് പഴയ ഹോട്ടലാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ഹോട്ടലാണ്. ഇവിടെ ചോറുണ്ടാന്ന് വിചാരിക്കും, പക്ഷെ ഇവിടെ സ്ഥിരം തിന്നുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. അവർ ആ സമയമായി കഴിഞ്ഞാൽ മാത്രമേ തുറക്കുള്ളൂ. ബസ്സിലെ കണ്ടക്ടർമാർ ഡ്രൈവർമാർ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് കഴിക്കാറ്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഈ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കച്ചവടം ഇല്ല. പിന്നെ ഇവർ കൂട്ടും ചിലപ്പോൾ. പിന്നെ രാവിലെ ഇത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് നിങ്ങളോട് പറയാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സംഭവം. അപ്പം ഞാനൊന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. ഞാൻ പണ്ട് കഴിച്ചത് അപ്പം രുചി ഉണ്ടാകുന്ന ഞാൻ നോക്കട്ടെ. ചീരക്കറി ഉണ്ടോ?
മറ്റേത് അപ്പൊ എന്തായാലും ആയപ്പുണ്ടാവും. അപ്പൊ മണിക്ക് അരികാടി ഉണ്ടാവൂലേ? മണി മണിക്ക് 1500 ഉണ്ടാവും. വെറുതെ മണി പത്തണിക്കൊന്നും പോവാത്തത്. ഇപ്പൊ അടിപൊളി ചോറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇവിടെ അത്ര വലിയ ഹോട്ടലൊന്നുമില്ല, ചെറിയൊരു ഹോട്ടലാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കച്ചവടമില്ല. പക്ഷെ നമ്മുടെ ഭക്ഷണം ഉച്ചക്ക് റെഡിയാണ്. അതാ നേരം ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം റെഡിയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിച്ചു. 70 റുപ്യാണ് ആയത്. അത് വലിയൊരു കഷ്ണം മീൻ വറുത്ത്, ചോറും, പിന്നെ കേബേജ് ഉപ്പേരി, അച്ചാർ, ഒരു കൂട്ടുകറി, പിന്നെ വേറൊരു മെഴുക്ക് പറ്റിയത്, സാമ്പാർ, പിന്നെ മീൻകറി, തേങ്ങ അരച്ച മീൻകറിയാണ്. അപ്പോൾ എനിക്ക് പണ്ടത്തെ അതേ രുചി തന്നെ എപ്പോഴും കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എപ്പോഴേലൊക്കെ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്ന് കഴിക്കും. അപ്പം നിങ്ങളും അതുപോലെ കഴിക്കാൻ നോക്കുക. ഓക്കെ, എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.